ഉയർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വായിക്കുന്നത് പോലെ തന്നെ കരങ്ങൾ ഉയർത്ത് ദൈവത്തെ സ്തുതിക്കാമെന്ന് പറയുമ്പോൾ സങ്കീർത്തനങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നു. ആമേൻ. സ്തോത്രം. എനിക്ക് പ്രിയമായിരിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനകളിലേക്ക് എന്റെ കരങ്ങളെ ഉയർത്തുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയുന്നത് ഒരു സ്തോത്രം പറയുന്നത്. സ്തോത്രം പറയുന്നത് സ്തോത്രം പറയുന്നത്, ഹല്ലേലൂയ പറയുന്നത്, ദൈവവചനത്തിനു മുമ്പിൽ ആമേൻ പറയാൻ വേണ്ടി കരമുയർത്തുന്ന എല്ലാം ദൈവത്തിന്റെ വചനത്തിൽ പ്രിയമുള്ളവരെ മാത്രമേ അത് ചെയ്യാവൂ എന്നാണ്. കണ്ട സങ്കീർത്തനം വൈകൊന്ന് വായിക്കാതെ 119 സങ്കീർത്തനം 48 വാക്യം ചേർത്ത് വായിക്കുമ്പോൾ എനിക്ക് പ്രിയം ആയിരിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനകളിലേക്ക് കൈകളെ ഉയർത്തുന്നു. ദൈവത്തിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കും. നിത്യജീവൻ ആധാരമായ ഉപദേശങ്ങളെ വെളിപ്പെടുത്തുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമനിമിത്തം ഒരുക്കുന്ന വലിയൊരു ഭാഗ്യത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമം സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ബലഹീനതകളും താഴ്ചകളും വീഴ്ചകളും പരിശുദ്ധാത്മാവ് മുഖാന്തരം ബോധം തരികയും യേശുക്രിസ്തു മുഖാന്തരം അതിന് പരിഹാരം തരുവാൻ തക്കവണ്ണം അങ്ങനെ ഒരുക്കിയിരിക്കുന്ന ക്രമങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് അടികളെ എല്ലാവരും ഇങ്ങനെ ബലമുള്ള കൈക്കീഴ് താഴ്ത്തുന്നു. അടികളെ മാത്രമല്ല, നിങ്ങളുടെ നാമത്തിൽ വിശ്വസിക്കുന്ന സർവ്വജനത്തിന്മേലും നിങ്ങളുടെ മാറ്റമില്ലാത്ത മഹാസന്തോഷം വ്യാപരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് ഈ സമയത്തിൽ വെളിപ്പെടുന്ന വചനങ്ങൾക്കൊത്തവണ്ണം ആമേ ഭൂലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ദൈവനാമത്തിൽ ശരണപ്പെടുന്ന ഓരോരുത്തരുടെ മേലും അഭിഷേകം വ്യാപരിക്കപ്പെടുവാൻ, മിന്നൽ പിണർ പോലെ ആത്മാവിന്റെ സാന്നിധ്യം ഓരോരുത്തരുടെ മേലും വ്യാപരിക്കപ്പെടുവാൻ തക്കവണ്ണം തിരുനാമത്തിൽ സമർപ്പണം ചെയ്തുകൊണ്ട് നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ബഹുമാനം മഹത്വം അങ്ങെടുക്കും നിത്യജീവൻ ആധാരമായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് പ്രിയമായിരിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കരങ്ങളെ ഉയർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മോശെ എന്ന പ്രവാചകന്റെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കുന്നു. അദ്ദേഹത്തിന്റെ കരം താഴ്ത്തപ്പെടുമ്പോൾ അമാലേക്ക് ജയിക്കുന്നു. അപ്പൊ മോശെ എന്ന പ്രവാചകന്റെ കരം എങ്ങോട്ടാണ് ഉയർന്നിരുന്നത്? അവൻ ദൈവത്തിന്റെ വചനങ്ങളിലേക്കാണ്. അദ്ദേഹത്തിന് പ്രിയമായിരുന്ന ദൈവത്തിന്റെ വചനങ്ങളിലേക്കാണ് അദ്ദേഹത്തിന്റെ കൈ ഉയർന്നിരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൈക്ക് ക്ഷീണം വന്നപ്പോൾ, ബലഹീനത വന്നപ്പോൾ എന്ത് ചെയ്തു? ആമേൻ. സ്തോത്രം. അഹരോൻ എന്ന് പറയുന്ന ശുശ്രൂഷകനും ഹൂർ എന്ന് പറയുന്ന മനുഷ്യനും കൂടെ ചേർന്ന് അദ്ദേഹത്തിന്റെ കൈ എന്ത് ചെയ്തു? താങ്ങി. പ്രൈസ് ദി ലോർഡ്. കാരണം അവർക്കറിയാം പ്രവാചകന്റെ കൈ ഉയർത്തപ്പെട്ടിരിക്കുന്നത് അങ്ങോട്ട് ഈ രണ്ട് നേത്രങ്ങൾക്കാണ്, ആകാശത്തിലേക്കല്ല, ആകാശ സൈന്യത്തിലേക്കല്ല ഉയർത്തിയിരിക്കുന്നത്. പിന്നെയോ സ്വർഗത്തിലേക്ക് സ്ഥിരമായിരിക്കുന്ന എനിക്ക് പ്രിയമായിരിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനകളിലേക്കാണ് ഈ പ്രവാചകന്റെ കൈ ഉയർത്തപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതിന് ആര് താങ്ങുമോ അവർക്കും ഉയർത്തപ്പെടാൻ സാധിക്കും. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകളെ ഉയർത്തിപ്പിടിക്കുന്നവരെ ആര് മാനിക്കുന്നുവോ അവർക്ക് മാന്യത കിട്ടും. ദൈവത്തിന്റെ കൽപ്പനകൾ ഉയർത്തിപ്പിടിക്കുന്നവരെ ആര് അപമാനിക്കുന്നുവോ അവര് അപമാനിക്കപ്പെടും. കാരണം ഓരോരുത്തരും അവനവന്റെ അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പകരം ചെയ്യാൻ ദൈവത്തിന്റെ വചനത്തിൽ കൂടി ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളെല്ലാവരും വളരെ സൂക്ഷ്മതയോടുകൂടി ദൈവവചനത്തെ ചിന്തിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും ദൈവവചനത്തിൽ പ്രിയം പറ്റേണ്ടതും ഏറ്റവും അത്യാവശ്യമാണ്. 112 സങ്കീർത്തനത്തിൽ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയുന്നു. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് യഹോവയുടെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
ഹല്ലേലൂയ. യഹോവയുടെ കൽപ്പനകളിൽ പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യനല്ല, ലോകത്തിലെ ഏതോ കാര്യങ്ങളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യനല്ല ഭാഗ്യവാൻ. ദൈവത്തിന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകളിൽ ജീവിതത്തിൽ എന്തൊക്കെ ഇഷ്ടമുണ്ടോ എല്ലാ ഇഷ്ടത്തെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ കൽപ്പനകളിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിനെ കൂടി പാപമോചനം വീണ്ടെടുപ്പ് ആ മനുഷ്യൻ ലഭിക്കും. അല്ലേ? കാരണം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടത്. അല്ലേ? എല്ലാരും അല്ല, ദൈവത്തിന് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് ദൈവം ദൈവത്തിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് അല്ലെങ്കിൽ വിടുവിച്ച് ഉത്തരം പറഞ്ഞു കൊടുക്കും. ദൈവത്തിന്റെ വലങ്കൈ എന്ന് പറയുന്നത് യേശുക്രിസ്തു. ഹല്ലേലൂയ. ഈ പ്രബോധനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കേട്ട് അതിൽ ഉറയ്ക്കാനുള്ളത്. ഈ പ്രബോധനങ്ങൾ കേട്ട് ഉറയ്ക്കുമ്പോൾ നമ്മൾ എന്ത് സമ്പാദിക്കുകയാണ്? സദൃശവാക്യം 19-ാം അധ്യായം 8-ാം വാക്യം വായിച്ചതുപോലെ ബുദ്ധി സമ്പാദിക്കുകയാണ്. ഏത് ബുദ്ധി സമ്പാദിക്കുന്നു? ദ്രവ്യം സമ്പാദിക്കേണ്ട ബുദ്ധിയല്ല, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ബുദ്ധിയല്ല, ദൈവത്തെ അന്വേഷിക്കേണ്ട ബുദ്ധി. മത്തായി സുവിശേഷം 6-ാം അധ്യായം വായിക്കുന്ന അനുസരിച്ചാണെങ്കിൽ കർത്താവിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കേണ്ട ബുദ്ധി. കർത്താവിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കേണ്ട ബുദ്ധി. അത് വെറുതെ ഒന്നും കിട്ടില്ല. അതിനുവേണ്ടി അല്പം താഴ്മയ്ക്ക വേണം, എളിമ വേണം, വിനയം വേണം, ഭക്തി വേണം, പക്വത വേണം. സ്തോത്രം. ഇതൊക്കെ പ്രാപിക്കാൻ വേണ്ടിയാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ആരാധന സ്ഥലം എന്ന് പറയുന്നത് ഇതൊക്കെ പ്രാപിക്കാൻ വേണ്ടിയുള്ള വെട്ടുകുഴിയാണ്. ആ വെട്ടുകുഴി എന്ന് പറയുന്ന ആരാധന സ്ഥലം, കൂട്ടായ്മ സ്ഥലം. ആ വെട്ടുകുഴിയിൽ വെച്ച് വെട്ടി മിനുസപ്പെടുത്തി എടുക്കുന്ന കല്ലുകളായി നമ്മൾ മാറണം. എങ്കിലേ നമ്മൾ ജീവനുള്ള കല്ലുകളായി മാറുള്ളൂ. ഹല്ലേലൂയ. ജീവനില്ലാത്ത കല്ലുകളല്ല പണിക്കെടുക്കുന്ന ദൈവം, ജീവനുള്ള കല്ലുകളെയാണ്. നമ്മൾ എവിടെ കൂടിയാണ് ജീവൻ പ്രാപിക്കുന്നത്? യേശുക്രിസ്തുവിൽ കൂടിയാണ്. യേശുക്രിസ്തുവിൽ കൂടി ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്തവർക്ക് യേശുക്രിസ്തുവിൽ കൂടി ജീവൻ പ്രാപിക്കാൻ കഴിയില്ല. വിശ്വസിക്കാൻ ഒരു കാണുമായിരിക്കും, ജീവൻ കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കിട്ടില്ല. സ്തോത്രം. വെറും വിശ്വാസം കൊണ്ട് ജീവൻ കിട്ടില്ല. ദൈവവചനത്തിൽ പ്രിയം വെച്ചുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രമേ ജീവൻ കിട്ടുകയുള്ളൂ. അതിനിടയിൽ വരുന്ന ബലഹീനതകള്, താഴ്ചകള്, വീഴ്ചകള്, പാപങ്ങള്, ലംഘനങ്ങള്, അകൃത്യങ്ങള്, ദുഷ്ടതകൾ എല്ലാം ഓർത്ത് അനുദമിച്ച് ഏറ്റുപറയാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ കൂടെ നമ്മൾ ഇടപെടുമ്പോൾ, ഒരു വ്യക്തിയിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഇടപെടുമ്പോൾ നമ്മൾ അതിനോട് എതിർത്ത് നിൽക്കരുത്. എതിർത്ത് നിന്നാൽ പരിശുദ്ധാത്മാവ് നമുക്കൊരു പക്ഷപാതം ചെയ്യില്ല, പരിശുദ്ധാത്മാവ് നമുക്കൊരു തുണയ്ക്കില്ല. ഹല്ലേലൂയ. അങ്ങനെയാണ് റോമർക്ക് ലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം ചേർത്ത് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, വായിക്കാൻ സാധിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു. ഹല്ലേലൂയ. ആത്മാവ് നമ്മുടെ ദൈവവചനത്തിൽ പ്രിയ വയ്ക്കുന്നവരുടെ, നമ്മുടെ എല്ലാവരുടെ അല്ല, ദൈവവചനത്തിൽ പ്രിയ വയ്ക്കുന്നവരുടെ. ഹല്ലേലൂയ. അവരെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ. കാരണം അപ്പോസ്തലന്മാരെല്ലാം ദൈവവചനത്തിൽ പ്രിയം വെച്ചവരാ. അവരോടൊപ്പം കൂടിയവരെല്ലാം ദൈവവചനത്തിൽ പ്രിയം വെച്ചവരാ. ദൈവവചനത്തിൽ പ്രിയം വയ്ക്കാത്തവർക്ക് അവരെ കൂടെ കൂടാൻ പറ്റില്ല, കൂടിയാൽ അവർ കൂട്ടയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ പ്രിയം വയ്ക്കാത്തവർക്ക് അപ്പോസ്തലന്മാരെ കൂടെ കൂടാൻ പറ്റില്ല, കൂടിയാൽ അവർ കൂട്ടയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ പ്രിയം വയ്ക്കാത്ത സ്വന്തം മാതാവാകട്ടെ, പിതാവാകട്ടെ, മക്കളാവട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, ആര് കൂടിയാലും കൂട്ടില്ല. സ്തോത്രം. ഇന്നത്തെ വഞ്ചകന്മാരുടെ എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടി കൊണ്ട് നടക്കണം.
പക്ഷെ വഞ്ചന വിട്ടുതിരിയാൻ മനസ്സുള്ളവരെല്ലാവരെയും കൂട്ടില്ല, കൂടേണ്ടവരെ മാത്രമേ കൂട്ടുള്ളൂ. ഹല്ലേലൂയ. അവൻ പ്രിയമായിരിക്കുന്ന കൽപ്പനകളിലെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന നേരുള്ളവർക്ക് ചെയ്തോ. അതിനകത്ത് നമ്മൾ നേരുള്ളവരെന്നല്ല, നേരായ ഉപദേശം കേൾക്കാൻ മനസ്സുള്ളവരെ. ആ മനസ്സെവിടെ തോന്നുന്നു ദൈവത്തിന് ദാനമാണ്. ആ ദാനത്തെ നമ്മളായിട്ടില്ലാതെ കളയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊന്നും നമ്മളെ പ്രാപ്തന്മാരല്ലെന്നൊന്നുമില്ല, പക്ഷെ എല്ലാം ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന് ദാനമാ. മനസ്സ് വയ്ക്കാൻ ദൈവത്തിന് ദാനമാ മനസ്സ്. ഹല്ലേലൂയ. ദൈവം തരുന്ന ദാനത്തെ നമ്മൾ നിഷ്ഫലമാക്കി കളഞ്ഞാൽ അതിന് തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ കഠിനത വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന് അവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് എന്ത് ചെയ്യുന്നു? എന്തിന്? വീണ്ടും ബലഹീനാകാൻ വേണ്ടിയല്ല, ദൈവത്തിന്റെ വചനത്തിന്റെ ബലത്തോട് ചേരുവാൻ നമുക്ക് ബലമില്ല. അവിടെയാണ് ബലഹീനത. അതിനോട് ചേരുവാൻ നമുക്ക് ബലമില്ല. അർത്ഥം, ദൈവത്തിന്റെ വചനം വിശുദ്ധമാണ്. വിശുദ്ധ വചനത്തോട് ചേരുവാൻ വേണ്ടി നമുക്ക് എന്തില്ല? വിശുദ്ധിയില്ല. അവർ വിശുദ്ധീകരണം പ്രാപിക്കാൻ വേണ്ടിയാണ്, വിശുദ്ധീകരണമാകുന്ന ബലം പ്രാപിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് തുണയിക്കുന്നത്. പ്രവചനം 7-ാം അധ്യായം 13-ാം വാക്യം ചേർത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കാൻ സാധിക്കുന്നത്, അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ആരും മടങ്ങി വരികയില്ല. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തിപ്പെടുകയില്ല. ഞാൻ ഒരു വാക്കുകൂടി ഇങ്ങനെ ചേർത്ത് പറയുന്നു, അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തികൾ ശക്തിപ്പെടുകയില്ല. ഒരുത്തം എഴുതിയാൽ എഴുതിയിരിക്കുന്നുവെങ്കിൽ അത് ഒരുത്തികൾ എന്ന് വരും. അതൊരു സ്ത്രീകൾക്ക് ആർക്കും തടിതപ്പാമെന്ന് വിചാരിക്കുന്ന എല്ലാവരും കീഴടങ്ങിയേ പറ്റൂ ദൈവവചനത്തിന് മുമ്പിൽ. ദൈവത്തെ കീഴടക്കാമെന്ന് ആരും വിചാരിക്കേണ്ട, ദൈവവചനത്തിൽ നമ്മൾ കീഴടങ്ങിയേ പറ്റും. നമ്മൾ വയ്ക്കുന്ന താളത്തിന് ദൈവം പ്രവർത്തിക്കില്ല, ദൈവം വയ്ക്കുന്ന താളത്തിന് നമ്മൾ പ്രവർത്തിക്കും. നമ്മുടെ ഇഷ്ടമല്ല ദൈവം ചെയ്യാനുള്ള, ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യണം. അത് ചെയ്യാൻ മനസ്സുള്ള പുരുഷനും അത് ചെയ്യാൻ മനസ്സുള്ള സ്ത്രീയും ഭാഗ്യവാന്മാരാണ്. അതെന്താ ദൈവം വയ്ക്കുന്ന പ്രവൃത്തി ചെയ്യാൻ, ദൈവത്തിന്റെ ഉദ്ദേശം ചെയ്യാൻ മനസ്സ് വയ്ക്കുന്ന സ്ത്രീയും പുരുഷനും ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. ആ മനസ്സ് വയ്ക്കുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതകളിലേക്ക് തുണി നിൽക്കുന്നു. അതിനെ കുറിച്ച് സ്ത്രീ ബലഹീന മാത്രം എന്നാ പറയുന്നത്. അഹങ്കാരം കാണിച്ച് ബലഹീന മാത്രമായി പോകുന്ന സ്ത്രീയെ കുറിച്ചല്ല പറയുന്നത്. ബലഹീനതയാണെങ്കിൽ സമ്മതിക്കും, അവരാണ്, ആ സ്ത്രീകളാണ് ബലഹീന മാത്രം. അവരെ താങ്ങണം, അവരെ കൈ താങ്ങണം. അല്ല തോന്നിയാസം തന്റേടികളായി നടക്കുന്ന സ്ത്രീകളെ ബലഹീന മാത്രമൊന്നുമല്ല. ഇന്നത്തെ ശുശ്രൂഷകളിൽ അധികം പേരും പറയുന്നത് തന്നിച്ചത് തോന്നിയാവസം നടക്കുന്ന സ്ത്രീകളും ബലഹീന മാത്രമല്ലേ എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞെടുത്ത് എന്ത് ചെയ്യും? അവര് കൂടുതൽ എന്ത് ചെയ്യും? തന്നിച്ചത് നടക്കും. നടന്നിട്ട് എന്ത് ചെയ്യും? അയ്യോ നമ്മൾ ബലഹീന മാത്രമല്ലേ എന്ന് പറയും. സ്തോത്രം. തടിതപ്പി അകൃത്യത്തിൽ ജീവിതം കഴിക്കാനല്ല ബൈബിളിൽ ബലഹീന പാത്രം എന്ന് പറയുന്നത്. സ്ത്രീയെ കുറിച്ച് ബലഹീന പാത്രം എന്ന് ബൈബിൾ പറയുന്നുവെങ്കിൽ പുരുഷനെ കുറിച്ച് എന്ത് പറയുന്നു? ജഡം ബലഹീനം, ആത്മാവ് ഒരുക്കമുള്ളത്. പുരുഷനെ കുറിച്ച് ജഡം ബലഹീനം എന്ന് പറയുമ്പോൾ സ്ത്രീയെ കുറിച്ച് സ്ത്രീ ബലഹീനം എന്ന് പറയും. രണ്ടുപേരും ബലഹീനത തന്നെയാണ്. അതുകൊണ്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ എന്ത് ചെയ്യണം? ബലഹീനതകൾക്ക് പരിഹാരം കണ്ടെത്തണം. അത് കണ്ടെത്തോണ്ടൊക്കെ പരിശുദ്ധാത്മാവിന് കീഴടങ്ങണം. കീഴടങ്ങാത്തവർ പരിശുദ്ധാത്മാവിന് എതിരാണ്. പരിശുദ്ധാത്മാവിന് എതിരായി നിൽക്കുന്നവർക്ക് പാപം ക്ഷമിക്കപ്പെടുകയില്ല. ഈ ലോകത്തിൽ ക്ഷമിക്കപ്പെടില്ല, വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കപ്പെടുകയില്ല എന്നത് പരമാർത്ഥമായ സത്യമാണ്. ഈ സത്യം നമ്മൾ അറിഞ്ഞാൽ ഈ സത്യം നമ്മെ സ്വതന്ത്രമാക്കും. അതാണ് ഗലാത്യലേഖനത്തിൽ പറയും, സത്യം അറിയുകയും സത്യം നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രഥമലേഖനത്തിൽ വായിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് ഓർത്തോണ്ട് 112
മറ്റ് പല ഭാഗങ്ങളെ വായിക്കും പോലെയും ദൈവത്തിന്റെ വചനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. തന്നിഷ്ടത്തിന് തോന്നിയവാസം നടക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി, ശുശ്രൂഷകർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യും തുടർന്നല്ല ഈ പറയുന്നത്. ദൈവവചനത്തിന് കീഴ് അടങ്ങുന്നവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. ദൈവവചനത്തിന് പ്രിയ വയ്ക്കുന്ന സ്ത്രീ പുരുഷന്മാരെ കുറിച്ച്, ശുശ്രൂഷകരെ കുറിച്ചാണ് ഈ പറയുന്നത്, വിശ്വാസികളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. വയ്യ. അപ്പോൾ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതകളെ തുറന്നേക്കുന്നു. അപ്പൊ വേണ്ട പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. ഹല്ലേലൂയ. ആരാ പറയുന്നത്? അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനായ, അപ്പോൾ തന്നെ ഒന്നാമനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താ പറയുന്നത്? പ്രാർത്ഥിക്കേണ്ടത് എന്താന്ന് നമുക്കറിയില്ല. ഇന്നുള്ള ക്രൈസ്തവർക്ക് എന്നറിയാം, പ്രാർത്ഥിക്കാൻ മാത്രമേ അറിയാവൂ. ഇന്നുള്ള ക്രൈസ്തവർക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ അറിയാവൂ, വേറെ ഒന്നും അറിയില്ല. ദൈവത്തിന് പ്രിയമയ്ക്കുന്ന കാര്യം പറഞ്ഞവർ അതൊന്നും നമുക്ക് സാധിക്കുന്നില്ലെന്ന് പറയും, അതൊന്നും മനുഷ്യനെ കൊണ്ട് കഴിയില്ലെന്ന് പറയും. എന്താ കഴിയാത്ത? മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ദൈവം കഴിവ് തരും. ദൈവത്തിനെ കേൾക്കാതെ ചെവി അടച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന ദൈവം വെറുക്കുന്നു എന്ന് മാത്രമല്ല, അത് അവന്റെ പാപ കാരണമായി മാറും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യപാനവും കള്ളം പറയുന്നതും മോഷ്ടിക്കുന്നതും കൊലപാതകവും വ്യഭിചാരവും അല്ലെങ്കിൽ നുണ പറയുന്നത് ഇതൊന്നും മാത്രമല്ല പാപം. ഇതെല്ലാം പാപത്തിന്റെ പട്ടികയിലുള്ളതാണ്. പക്ഷെ ഇത് മാത്രമല്ല പാപം. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നറിയാതെ പ്രാർത്ഥിച്ചാൽ അതും പാപമാണ്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 15-ാം വാക്യം മുതൽ ചേർത്ത് വായിക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ. ഒന്നുകൂടെ, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറയ്ക്കും. ആര് പറയുന്നു? സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ കർത്താവ് പറയും. സ്തോത്രം. നമ്മളുടെ കൈമലർത്തിയാൽ അങ്ങനെ ഇതൊക്കെ ഓർത്താണ് കൈമലർത്താൻ. തിരുവചനത്തിന് പ്രിയം വെച്ച് തിരുവചനത്തിന്റെ ഓർമ്മയില്ലാതെ കൈമലർത്തിയാൽ ആ കയ്യില് കിട്ടുന്നതെന്നറിയോ? അനുഗ്രഹമായിരിക്കില്ല, ദൈവിക സമ്മാനമായിരിക്കില്ല. ഇതെല്ലാം നമ്മൾ ഓർത്തോളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വയ്യ. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കില്ല. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും, നൈറ്റ് പ്രാർത്ഥിച്ചാലും, ഡേ പ്രാർത്ഥിച്ചാലും, ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും, നേർന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കില്ല. എന്തുകൊണ്ടാ? ദൈവവചനത്തിൽ പ്രിയരല്ലാത്തതുകൊണ്ട്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ പ്രിയം വയ്ക്കാത്തത് കൊണ്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെളിപ്പെട്ട പ്രാർത്ഥനകളിൽ എത്ര പ്രാർത്ഥന ദൈവം കേട്ടിരിക്കും. നമ്മളൊക്കെ കൈമലർത്തിയതനുസരിച്ച് എത്ര പ്രാവശ്യം കൈമലർത്തിയ ദൈവം കണ്ടിരിക്കും. സ്തോത്രം. ക്രിസ്തീയ ലോകത്തില് പ്രാർത്ഥിക്കാൻ ബിരുദന്മാർ ഇഷ്ടം പോലെയുണ്ട്, ബിരുദം പ്രാപിച്ച സ്ത്രീകൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ എന്താ ഗുണം? പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ ഇല്ലയോ എങ്ങനെ അറിയാം? സ്തോത്രം. ഇനി ഏത് പ്രാർത്ഥനയാണിത്? പ്രാർത്ഥനയ്ക്കാണ് ദൈവം കണ്ണ് മറച്ചു കളയുന്നത്, ചെവി പൊത്തുന്നത്. ഈ ലോകപരമായ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള സകല പ്രാർത്ഥനകളും ദൈവത്തിന്റെ കണ്ണടക്കുകയാണ്, ദൈവത്തിന്റെ ചെവി പൊത്തിക്കളയാണ് എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും?
വിശുദ്ധ ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണാനായി കഴിയുന്നു. സ്തോത്രം. എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കും, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നു, പുലർത്തുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം എന്തു തിന്നും, എന്തു കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. എന്ത് ചെയ്യണം? ദൈവവചനം ചിന്തിക്കണം. ഈ ലോകത്തിലെ കാര്യങ്ങളെ ചിന്തിച്ച് നിങ്ങൾ ചഞ്ചലപ്പെട്ട് വ്യാകുലപ്പെട്ട് അനർത്ഥത്തിന് അടിമയാകാതിരിക്കേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉയരങ്ങളിലുള്ള ചിന്തിക്കണം. ഉയരങ്ങളിലുള്ള ചിന്തിക്കണമെങ്കിൽ ദൈവവചനത്തിന് പ്രിയമുള്ളവരായി മാറണം. ദൈവവചനത്തിന് പ്രിയമുള്ളവരായി മാറണമെങ്കിൽ ദൈവവചനത്തിന് പ്രിയമുള്ളവരുടെ കൂടെ നമ്മുടെ ജീവിതം സംസർഗം ചെയ്യണം. അതിന് പറയുന്ന ജ്ഞാനികളോട് കൂടെ നടക്കാം, എന്നാൽ നീയും ജ്ഞാനിയാകും. പോഷന്മാർക്ക് കൂട്ടാളിയായവരോ വ്യസനിക്കേണ്ടി വരും. ഹല്ലേലൂയ. അത് ഭക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നത്, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നടത്തണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്താണ് വ്യസനത്തിനുള്ള മാർഗം? പോഷന്മാർക്ക് കൂട്ടാളിയാകുന്ന അനുഭവം എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് എന്നെ നോക്കണമേ, എന്നെ ശോധന ചെയ്യണമേ. പരിശുദ്ധാത്മാവിനാൽ എനിക്ക് ഭാവബോധം തരണമേ. എന്നിട്ട് അത് ഓർത്ത് അത് വെച്ച് ഏറ്റുപറയുമ്പോൾ എന്നെ ശാശ്വത മാർഗത്തിലേക്ക് നടത്തണമേ. അത് എവിടെയാണ് ശാശ്വത മാർഗം? ദൈവരാജ്യത്തിലേക്കുള്ള ശാശ്വത മാർഗമാണ്. ശാശ്വതമായ വീട്ടിലേക്കുള്ള യാത്രയാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിന് നമ്മൾ പ്രിയമുള്ളവരായി മാറണം. ദൈവത്തിന് പ്രിയമുള്ളവരാകുവാൻ തക്ക നമ്മൾ വാഞ്ചിക്കണം. അത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് അപ്പത്തിനുള്ള വിശപ്പല്ല, വെള്ളത്തിനുള്ള ദാഹമല്ല. യഹോവയുടെ വചനം കേൾക്കേണ്ട വിശപ്പ് ദാഹം ഞാൻ ദേശത്തിനുള്ളിൽ അയക്കുന്നുവെന്ന് സൈന്യം കൊണ്ട് ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു താൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വെളിപ്പെടുത്തി, നശിച്ചു പോകുന്ന അപ്പത്തിനായിട്ടല്ല, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നശിച്ചു പോകുന്ന വെള്ളത്തിനായിട്ടല്ല, ഹല്ലേലൂയ, നശിച്ചു പോകുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുമല്ല, നശിച്ചു പോകാത്തതും നിലനിൽക്കുന്നതുമായ ആഹാരത്തിനായിട്ട് തന്നെ അന്വേഷിപ്പീൻ, പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അതിനുവേണ്ടി മനുഷ്യപുത്രന് പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുക. വായിച്ചു തിരിച്ചു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യം. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ പ്രവർത്തിപ്പീൻ എന്ന് അവിടെ എഴുതിയിരിക്കുമ്പോൾ ഞാൻ ബ്രാക്കറ്റിൽ ഇങ്ങനെ ചിന്തിക്കുന്നു, പ്രാർത്ഥിപ്പീൻ. അവരെ അതിനപ്പുറമായി പ്രാർത്ഥിക്കുന്നത് ദൈവഹിതമല്ല. ആ പ്രാർത്ഥന ദൈവം കേൾക്കാതെ ചെവി പൊത്തുന്നു. കാരണം മനുഷ്യപുത്രനെ മുദ്രയിട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? യേശുക്രിസ്തു താൻ ദൃഷ്ടാന്തമായി വെളിപ്പെടുത്തുക. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. മനുഷ്യപുത്രനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നതിന് വേണ്ടിയാ നശിച്ചു പോകാത്തതും നിലനിൽക്കുന്നതും നിത്യജീവന് അവകാശം പ്രാപിക്കേണ്ടതുമായ ആകാരം തന്ന് ക്രിസ്തുവിന്റെ തലയോളം വളർത്തി ശാശ്വത അവകാശത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാര് ഭൗതിക അനുഗ്രഹങ്ങൾക്കൊന്ന് പ്രാർത്ഥിച്ച് സമയത്തെ കളയാം. കാരണം സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ട, അത് ദുർമാർഗത്തെ വിടാനുള്ളതല്ല. കിട്ടുന്ന സമയം ശാശ്വത അവകാശത്തിന് വേണ്ടി പ്രയോജനപ്പെടും. അപ്പൊ ഞാൻ മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമെന്ന്
ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമെന്ന് യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതോ? ഒന്നോർക്കണം, ദൈവരാജ്യം ഭക്ഷണമല്ല, ദൈവരാജ്യം പാനീയമല്ല, ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷമാണ്. അങ്ങനെയാണെങ്കിൽ മത്തായി സുവിശേഷത്തിലും ഭൗതിക ആഹാരത്തെ കുറിച്ചല്ല യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്ന് സ്പഷ്ടമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുമ്പോൾ സ്തോത്രം, അത് അംഗീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് അംഗീകരിക്കും. കാരണം ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് പ്രാണനെ ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുത്തും വരെ തുളച്ചു ചെല്ലുന്നതാണ്. അത് ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. ഓരോ വാക്യങ്ങൾ എഴുതിയിട്ട് നമ്മൾ വായിക്കുമ്പോൾ ദൈവം അവിടെ നോക്കുക, ഇത് ഏത് ഉദ്ദേശത്തോടെ വായിക്കണം, ആ ഉദ്ദേശത്തിലേക്ക് അവനെ അങ്ങ് വിടും, ആ ഉദ്ദേശത്തിലേക്ക് അവനെ അങ്ങ് വിടും. തിമോഥെയോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയണം, തിമോഥെയോസ് 1 ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഹല്ലേലൂയ, ഇവയിൽ നിന്നുള്ളതാകുന്നത് നിത്യമായ സ്നേഹം. അത് വ്യാജമുള്ള സ്നേഹമല്ല. ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ എല്ലാം കറക്റ്റായി വരുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ കറക്റ്റായി വരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനിടയിൽ ശക്തമായി പ്രവർത്തിക്കണം. ഇതിനിടയിലുള്ള നമ്മുടെ കളങ്കങ്ങളുണ്ടല്ലോ, ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതിനിടയിലുള്ള നമ്മുടെ മാനസികമായ കളങ്കം, മാനസികമായ അകൃത്യം, മാനസികമായ അകലം, അതിനത്തോടുള്ള അകലം, ഇതെല്ലാം പരിഹരിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇതിനിടയിൽ പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവിനിടയിൽ പ്രവർത്തിച്ചാൽ വായിക്കുന്ന വചനവും നമ്മുടെ ഉദ്ദേശവും നമ്മളുടെ അകലങ്ങൾക്ക് പരിഹാരം തരാൻ വേണ്ടി അത് പാപത്തെ കുറിച്ച് ബോധം വരുത്തുക. ആ പാപത്തെ ഒരു തന്നെ വെച്ച് ഏറ്റു പറയുന്നതാണ് പ്രാർത്ഥന. സ്തോത്രം. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ് നശിച്ചു പോകാത്ത ആഹാരമായിട്ട് ലഭിക്കുന്നത്. അതായത് സ്വർഗത്തിൽ ഇറങ്ങുന്ന ജീവന്റെ അപ്പമായി നമുക്ക് ലഭിക്കുന്നു. ആ ജീവന്റെ അപ്പം ദൈവത്തിന്റെ വചനമാണ്. ആ ജീവന്റെ അപ്പത്തിൽ നമ്മൾ പ്രിയമുള്ളവരായിരിക്കണം. ആ ജീവന്റെ അപ്പത്തിൽ നമ്മൾ പ്രേമമുള്ളവരായിരിക്കണം, സ്നേഹമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഇതിനൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കാനുള്ളത്. ഹല്ലേലൂയ. അല്ലാതെ എനിക്ക് തോന്നുന്ന പോലെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് തോന്നില്ല, കേൾക്കണം തോന്നില്ല. ദൈവസഭയുടെ ഇഷ്ടം ദൈവ ഇഷ്ടമായിരിക്കണം. സ്തോത്രം. അല്ലാത്ത പ്രാർത്ഥന കേൾക്കില്ല എന്നാണ് യെശയ്യാ പ്രവചനത്തിൽ വായിക്കാം. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ നിന്റെ കണ്ണടച്ചുകളെ അല്ലെങ്കിൽ മറച്ചുകളെ, നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചോ ഞാൻ കേൾക്കില്ല. എന്താ കാര്യം? നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുക. നിങ്ങളെ കഴുകി വെടിപ്പാക്കുകയും. അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ശുശ്രൂഷ കഴുകലിന്റെ ശുശ്രൂഷയാണ്, ശുദ്ധീകരണത്തിന്റെ ശുശ്രൂഷയാണ്, പ്രാർത്ഥനയുടെ ശുശ്രൂഷ അല്ല. പിന്നെ കഴുകലിന്റെ ശുശ്രൂഷ, ശുദ്ധീകരണത്തിന്റെ ശുശ്രൂഷ, നിർമ്മലീകരണത്തിന്റെ ശുശ്രൂഷ, അതാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ടത്. അത് പരിശുദ്ധാത്മാവിനെ മാത്രമേ അതിന് ലഭിക്കുകയുള്ളൂ. ലഭിക്കില്ല. അധികാരമുള്ള നാമത്തിൽ മനസ്സാക്ഷിയോട് ആമേൻ സ്തോത്രം ദൈവം ഇടപെടുമ്പോൾ നാം അതിന് വിധേയപ്പെട്ടു കൊടുക്കും. നിങ്ങളെ കഴുകി വെടിപ്പാക്കുകയും നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് നീക്കി. ഉപവാസ പ്രാർത്ഥന, കാത്തിരിപ്പ് യോഗം, ഭവനയോഗം, ഇതൊക്കെ എന്തിനു വേണ്ടിയുള്ളതാ? നമ്മെ തന്നെ കഴുകി വെടിപ്പാക്കാനുള്ളതാണ്. അതാ 2 Corinthians 7 വായിക്കുന്നത്. ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ള
ഉള്ളത് കൊണ്ട് ഏത് വാഗ്ദത്തം? ഭൗതിക അനുഗ്രഹത്തിന്റെ വാഗ്ദത്തമല്ല, നിത്യജീവൻ എന്ന വാഗ്ദത്തം. ഈ വാഗ്ദത്തം, കാരണം ഭൗതിക അനുഗ്രഹം കിട്ടാൻ വിശുദ്ധീകരണം ഒന്നും വേണ്ട. ഭൗതിക അനുഗ്രഹം കിട്ടാൻ പ്രത്യേകിച്ച് വിശുദ്ധീകരണം ഒന്നും വേണ്ട. ഇത്തിരി വിശുദ്ധി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഭൗതിക അനുഗ്രഹം കിട്ടില്ല. സ്തോത്രം, സ്തോത്രം. അത് അക്ഷരികമായിട്ടായാലും അല്ല ഡിസിപ്ലിനൊക്കെ നടന്ന് ഇങ്ങനെ നടക്കുന്നവർക്ക് എന്ത് കിട്ടും? ഇത്തിരി കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അതിന്റെ കൂലി കിട്ടും. അല്ലെങ്കിൽ വക്രത രീതിയിൽ സാമ്പത്തിക വരുമാനത്തിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യണം, എന്നാൽ ആ വഴി കിട്ടും. അത് വിശുദ്ധീകരണത്തിന്റെ വഴിയല്ല. അത് വിശുദ്ധിയുടെ വഴിയല്ല. പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണത്തിന്റെ വഴിയിൽ ലഭിക്കുന്നത് സാമ്പത്തികമല്ല. വിശുദ്ധീകരണത്തിന്റെ വഴിയിൽ കൂടെ ലഭിക്കുന്നത് ദൈവരാജ്യത്തിന്റെ അവകാശമാണ്, നിത്യജീവന്റെ അവകാശമാണ്. ഹല്ലേലൂയ. ഈ ലോകത്ത് അധ്വാനിക്കുന്നോ കൂലി കിട്ടും. ദശാംശം എടുക്കണം, അല്ലെങ്കിൽ ഓഹരി എടുക്കണം, ദൈവിക പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കണം. ബാക്കിയുള്ളത് അവരവരുടെ ദിനചര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് വേണ്ടി ഓഹരി കൊടുക്കുമ്പോൾ ശുശ്രൂഷകൻ അത് വാങ്ങുന്നെങ്കിൽ പറയണം, ഇതെനിക്ക് ദൈവം തന്നെന്നല്ല പറയണം, ദൈവനാമത്തിൽ ഇന്ന എനിക്ക് തന്നു, അല്ലെങ്കിൽ ഇന്ന സഭ എനിക്ക് തന്നു. എങ്ങനെ? ദൈവനാമത്തിൽ. അല്ല ദൈവം തന്നല്ല പറയണം. ഇന്നത്തെ ആൾക്കാർ പറയുന്നത് ദൈവം തന്നെന്ന്. അത് തന്നെ അശുദ്ധിയാണ്, ആ വാക്ക് തന്നെ അശുദ്ധിയാണ്. ദശാംശമായിട്ടോ സംഭാവനയായിട്ടോ ഓഹരിയായിട്ടോ ദൈവജനം ദൈവനാമത്തിൽ കൊടുത്താൽ അങ്ങനെ തന്നെ പറയണം, ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്ന സഭ അല്ലെങ്കിൽ ഇന്ന കുടുംബം ദൈവനാമത്തിൽ ഇന്നത് എനിക്ക് ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി തന്നു. ദൈവം തന്നു എന്ന് പറഞ്ഞാൽ അത് അശുദ്ധിയുടെ വാക്ക, അത് അധർമ്മത്തിന്റെ വാക്ക, അത് അകൃത്യത്തിന്റെ വാക്ക. അതിനെക്കുറിച്ച് പ്രവാചകൻ പറയുന്നത് ജനത്തിന്റെ അകൃത്യം കൊണ്ട് പുരോഗമനം ഉപജീവിക്കണം എന്നാണ്. ജനത്തിന്റെ അകൃത്യം കൊണ്ട് പുരോഗമനം ഉപജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടല്ലാതെ അധ്വാനിച്ച് അല്ലെങ്കിൽ സത്യസന്ധമായിട്ടല്ലാതെ വരുമാനം കണ്ടെത്തുന്നു, അതിന് ദശാംശം കൊടുക്കുന്നു, അത് 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 ദൈവം തന്നു എന്ന് പറഞ്ഞ് പുരോഗമനം വാങ്ങുന്നു, അല്ലെങ്കിൽ ശുശ്രൂഷകൻ വാങ്ങുന്നു, സ്വന്തം ചെലവ് നടത്തുന്നു. അതിന് ജനത്തിന്റെ അകൃത്യം കൊണ്ട് അവൻ ഉപജീവിക്കുക അല്ല. പ്രൈസലോ, പ്രൈസലോ. ജനം അധ്വാനിച്ച് കിട്ടുന്ന വരുമാനത്തിന്റെ പങ്ക് ദൈവാലയത്തിൽ വെക്കുമ്പോൾ അത് ഇന്ന വ്യക്തി ദൈവനാമത്തിൽ ദൈവാലയത്തിൽ അർപ്പിച്ചതാണ് എന്ന് പറഞ്ഞതിന് സ്വീകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വീകരിക്കേണ്ട വിധത്തിൽ സ്വീകരിച്ചില്ലെങ്കിൽ അതും അകൃത്യമാണ്. എന്നിട്ട് ആ ജനത്തിനു വേണ്ടി ഈ ശുശ്രൂഷകൻ പ്രാർത്ഥിക്കേണ്ടത് അധ്വാനിക്കേണ്ട ആരോഗ്യം കൊടുക്കാനല്ല. അധ്വാനിക്കുമ്പോഴും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായി ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരായി നിന്ന് അധ്വാനിക്കണം. ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരായി നിന്ന് യാത്ര ചെയ്യണം. ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരായി നിന്ന് പഠിക്കണം. ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരായി ഉദ്യോഗം ഉദ്യോഗം നിർവഹിക്കണം. ശാരീരികമായ ആരോഗ്യത്തിന് വേണ്ടി അല്ല പ്രാർത്ഥിക്കാനുള്ളത്. അതെല്ലാം ദൈവം കണ്ണടച്ചു കളയും.